എനിക്ക് തോന്നുന്നു 232 രൂപയുടെ ആവശ്യം മതി എന്നാണ് ഞാൻ ഇന്നലെ നിലമ്പൂരിലെ LDF-ന്റെ കാൻഡിഡേറ്റ് സ്വരാജ് വരെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്ന ജയിലിൽ 240 രൂപയുണ്ട് ഒരു പ്രതിക്ക്, ഇല്ലേ? അവർ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജയിലിലെ ഒരു പ്രതി ബലാത്സംഗ കേസിലും പോക്സോ കേസിലും കൊലപാതക കേസിലും കിടക്കുന്ന പ്രതിക്ക് ഒരു ദിവസം 4 ചപ്പാത്തി കിട്ടിയാൽ ഏതാണ്ട് 240 രൂപയുടെ അത് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രതിക്ക് 240 രൂപ കൊടുക്കുന്ന സർക്കാരാണ് പറയുന്നത് ആശാ വർക്കേഴ്സിന് 230 രൂപ ധാരാളമാണ്. എന്റെ അപ്പനും അമ്മയൊക്കെ ഇടക്കാലത്ത് അവർക്ക് പിണറായി വിജയനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ കാരണം കോവിഡ് സമയത്ത് ഈ മനുഷ്യൻ വന്നു നിന്നിട്ട് വീട്ടിൽ പത്രസമ്മേളനത്തെ TV പറയും, പട്ടിക്ക് വെള്ളം കൊടുക്കണം, പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കണം, വീട്ടിൽ കിളികൾക്ക് വെള്ളം കൊടുക്കണം. എന്റെ അമ്മയ്ക്കൊക്കെ വലിയ കാര്യമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയുന്നത് പിണറായി വിജയൻ ഇന്ന് പറയാൻ പോകുന്നത് പശുവിന് തീറ്റ കൊടുക്കണം എന്നുള്ളതായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അന്ന് ഈ പശുവിന് വെള്ളം കൊടുക്കണമെന്നും പട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെന്നും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്നും ഒക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിച്ചത് അന്ന് നിങ്ങൾ എടുത്ത ജോലിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ആരോഗ്യത്തിൽ നമ്പർ 40 വട്ടം ഇവർ വന്നിട്ട് പറഞ്ഞത് മനസ്സിലാക്കുന്ന ഞാൻ ഒരു കാര്യം പറയുന്നു. കാലത്തിനൊരു കാവ്യനീതിയുണ്ട്. ഇന്ന് ആ പിണറായി വിജയനെ എന്റെ അമ്മയടക്കം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ കാരണവും നിങ്ങളോട് കാണിക്കുന്ന ഈ മോശം പെരുമാറ്റമാണ്. ഒരു കാലത്ത് ആശാ വർക്കേഴ്സിന്റെ ബലത്തിൽ അവരുടെ ക്രെഡിബിലിറ്റിയിൽ നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിന്റെ പൊന്നോവര മുഖ്യമന്ത്രിയായിരുന്നു. ആശാ വർക്കേഴ്സിനോടുള്ള ഈ നിലപാടിൽ, ആശാ വർക്കേഴ്സിലെ സ്ത്രീകളോടുള്ള ഈ ധാർഷ്ട്യത്തിന്റെ പുറത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ മുഖ്യമന്ത്രി കസേരയിൽ മാത്രമല്ല മാറുന്നത്, ഈ നാട്ടിലെ സ്ത്രീകളുടെ ഒരു കാലത്ത് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ മുഖ്യമന്ത്രി ചവറ്റുകുട്ടയിലേക്ക് മാറിയത് പോലും നിങ്ങളോട് കാണിച്ച ഈ സമരത്തിന്റെ ഈ നിലപാടിന്റെ ഭാഗമാണ്.